കാരണം സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്നുള്ളത് വലിയൊരു സംഘടനയാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി, നമ്മൾ വലിയ സംഘടനയാണ്. വലിയ സംഘടന എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഒരു സംശയമാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ, സംഘടനന്റെ വലിപ്പം മനസ്സിലായല്ലോ എല്ലാവരും. ഇവിടെ കൂടിയതൊക്കെ സമസ്തന്റെ മക്കളാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വിദേഹത്തുകാരെ ഇവിടെ കൂടിയിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ള തരീക്കത്തുകാരെ ഇവിടെ കൂടിയിട്ടുണ്ടാവൂല. കാരണം അവർക്കൊന്നും കൂടാൻ കഴിയൂല. അപ്പൊ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ മക്കളാണ് ഇവിടെയൊക്കെ കൂടിയിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയ സംഘടനയാണ്. അത് നിസ്സാരമാക്കാൻ വേണ്ടി ആരും മെനക്കെടരുത്, അതിനെ വേദനിപ്പിക്കാൻ വേണ്ടി ആരും മെനക്കെടരുത്. ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരും ഉണർത്താനുള്ളത്. സമസ്ത വിളിച്ചാൽ മാത്രമല്ല ആളുകൾ വരല്ലേ, സമസ്ത ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും ജനങ്ങൾ പോകാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത്, ആ ഉമ്മത്തിന്റെ ദീനിയായ കാര്യങ്ങൾ അത് നിയന്ത്രിക്കേണ്ടവർ സമസ്ത തന്നെയാണ്, അതിൽ യാതൊരു സംശയവും. അപ്പൊ സമസ്ത വിളിച്ചാൽ വരും, സമസ്ത വിളിച്ചാൽ വരും. വിളിച്ചപ്പോ വന്നിക്കണ്. അപ്പൊ വിളിച്ച് ഇനി വരണ്ടെന്ന് പറഞ്ഞാൽ വരൂലേന്നും, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിനെ സംബന്ധിച്ചും വ്യക്തമായ ധാരണകളുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മൾ ഗർവാഫസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കഴിഞ്ഞ ഈ 4-ാം തീയതി നടന്ന മുശാവറ യോഗത്തിലുള്ളതായ ഒരു പ്രമേയവും ഒരു തീരുമാനമാണ്. മറ്റൊരു കാര്യം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ, അതിൻ്റെ ഉപദേശങ്ങൾ ഒക്കെ ബലപ്പെടുത്താനും അത് ശക്തിപ്പെടുത്താനുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരുപാട് പോഷക സംഘടനകൾക്ക് ഇവിടെ രൂപം നൽകിയിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ചില പ്രത്യേകമാവുന്ന നിയമങ്ങളും അതിൻ്റെ മറ്റ് പല ഭരണഘടനാപരമായ മറ്റ് ശാസനകളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ സംഘടനകളോടും പറയാനുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പൂർണ്ണമായും കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം എല്ലാ ഉപസംഘടനകളും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ വിട്ടു നിർത്തപ്പെടുകയോ ചെയ്തതായ വ്യക്തികളോ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പിന്നെ ആവശ്യമായ നിലക്ക് സംഘടനയുമായും കൊണ്ട് ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ചില സംവിധാനങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിട്ടു നിർത്തിയിട്ടുണ്ട്. അത് വിട്ടു നിർത്തിയത് അത് പ്രശ്നം പരിഹരിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് അവർ തിരിച്ചു വരണം എന്നാണ് അവരോടും പറയാനുള്ളത്. വ്യക്തികളാണെങ്കിലും അങ്ങനെ തന്നെ. ഇന്ന് ഇവിടെ വിദേശത്ത് പിന്നെ ഹൈദരാബാദിൽ നിന്നൊക്കെ വന്ന ചില പണ്ഡിതന്മാരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്താണ് ഞങ്ങൾ ഈ കാണുന്നത്, ഇതിൻ്റെയൊക്കെ അത്ഭുതങ്ങളും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ എന്നോട് വലിയ അത്ഭുതം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെ ശാഖകൾ എല്ലാ പിന്നെ രാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും രൂപീകരിക്കണം. പിന്നെ ആന്ധ്ര പോലത്തെ ഹൈദരാബാദ് സ്ഥലങ്ങളിൽ രൂപീകരിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ വേണം. ഞങ്ങൾ നമ്മുടെ തത്വങ്ങളോടും നമ്മുടെ നിലപാടുകളോടും നമ്മുടെ ആശയങ്ങളോടൊക്കെ യോജിക്കുന്ന പണ്ഡിതന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. അവരല്ലേ ചേർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വിദ്യാർത്ഥികാരനായ ഒരു പണ്ഡിതനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കർണാടക സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ആന്ധ്ര സ്റ്റേറ്റിൻ്റെയോ ഒക്കെ പ്രസിഡന്റ് ആക്കി തീർത്താൽ അയാളെ വിദ്യാർത്ഥി പറയുമ്പോൾ അതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ സ്ഥലത്തിൽ ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്തതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്, ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമയൊക്കെ ഉണ്ടാക്കാൻ. അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കുകയാണ്. അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയാൽ അതിലുള്ളതായ അതിൻ്റെ പ്രസിഡന്റ്, അതിൻ്റെ സെക്രട്ടറി, അതിൻ്റെ ട്രഷറർ, അതിൻ്റെ ഖജാൻജി, അതിൻ്റെ അംഗങ്ങളൊക്കെ ആരാവണം, എങ്ങനെയാവണം? അവർ നമ്മളെ ഇപ്പൊ ഇവിടെ MT ഉസ്താദ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, നാലാലൊരു മദ്ഹബിനെ സ്വീകരിക്കണം. അത് വളരെ എന്നാലും നാലാലൊരു മദ്ഹബിനെ സ്വീകരിക്കാതെ നമ്മളെ മാതിരിക്കുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയൂല. നമ്മളെ ഫിഖ്ഹിയാവുന്ന മസലകൾ പിന്നെ ചില ആളെ പറഞ്ഞ പിന്നെ പലതും കൂടി മുക്കൂട്ടായിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ,
അതിന്ന് കുറച്ചെടുത്ത് ഇതിന്ന് കുറച്ചെടുത്ത് അതിന്ന് കുറച്ചെടുത്ത് ആ പണി പറ്റൂല. നാലാരൊരു മദ്ഹബിനെ സ്വീകരിക്കണം. ആ സ്വീകരിച്ചുകൊണ്ട് ആ റൂട്ടിൽ കൂടി തന്നെ ഒരു വിഷയത്തിൽ ഒരു മദ്ഹബിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ ആ മറ്റേ മദ്ഹബിൽ നിന്നുള്ള കുറച്ചും ഈ മദ്ഹബിൽ നിന്നുള്ള കുറച്ചും അതിൽ നിന്നുള്ള കുറച്ചുകൂടി കൂട്ടിക്കൊണ്ടുള്ള പണി പറ്റൂല. അതുകൊണ്ട് നാലാരൊരു മദ്ഹബിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. അപ്പം നാലാരൊരു മദ്ഹബിനെ സ്വീകരിച്ചുകൊണ്ടും വിശ്വാസപരമായി മഹാന്മാരാവുന്ന അബുൽ അശ്അരി തങ്ങളും മഹാനാവുന്ന ഇമാം മാതുരിദി തങ്ങളും അവർ വിശദീകരിച്ച് തന്ന ആ മാർഗങ്ങളിൽ കൂടിയായിട്ട് നിൽക്കണം. അല്ലാഞ്ഞാൽ നമ്മളെ ഈമാൻ വേച്ചു പോവും, നമ്മുടെ അമലുകൾ വേച്ചു പോവും, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേച്ചു പോവും. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നല്ല ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായമാണത്. നാലാളൊരു മദ്ഹബ് സ്വീകരിക്കണം. എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം അതാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അഖിലേന്ത്യാ തലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കാനൊക്കെ നമ്മൾ മുതിരാത്ത്. എപ്പോഴും നമ്മളെ ആളുകൾ പലരും പറയുന്നുണ്ട് അഖിലേന്ത്യാ തലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കണം. അപ്പൊ രണ്ടാമത്തെ ഒന്ന് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ്. പിന്നെ അതിൽ തന്നെ സമസ്ത സൈനിറ്ററി എഡ്യൂസിറ്റി അതും സമസ്ത കേരള ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബിൻ്റെ അടുത്ത് അതിൻ്റെ ഇത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഒപ്പാർ മുഹമ്മദ് അലി സാഹിബിൻ്റെ അടുത്ത് കൊടുക്കും. അവരൊക്കെ ആലോചിച്ചിട്ട് വേണ്ടത്, അവരെ പോലത്തെ പലരും സ്റ്റേജിലുണ്ട്, അവരൊക്കെ ആ വിഷയത്തിൽ വേണ്ടതുപോലെ ചെയ്തു തരണം. പിന്നെ തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ആദ്യം തന്നെ നമ്മൾ തുടങ്ങി വെച്ചതായതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ അത് പെട്ടത് തന്നെയാണ്. പക്ഷെ അതിന് പ്രത്യേകമാവുന്ന ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. അത് മുമ്പ് തന്നെ കുറേ കാലം ഈ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് അതിൻ്റെ വയ്യാലായി കൊണ്ട് ഓടുകയാണ് തമിഴ്നാട്ടിലേക്ക്. അപ്പോൾ ഈ പദ്ധതിയിൽ ഇതിൽ അതുകൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലേണിംഗ് വില്ലേജ്, ഈ മദ്രസ സംവിധാനം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയുള്ള ആസ്ഥാനം ഉണ്ടാക്കാന്ന്. ഈ ലേണിംഗ് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അത് കൂടുതൽ സൗകര്യങ്ങൾ വേണം. ആ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടുള്ള ചില പ്രയാസങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു ആസ്ഥാനം സ്ഥാപിക്കുക. ദേശീയ തലത്തിൽ പ്രധാന നഗരങ്ങളിലൊക്കെ സമസ്തയുടെ ആസ്ഥാനം നിർമ്മിക്കാം. പ്രധാന നഗരങ്ങളിൽ സ്റ്റുഡൻറ് ഹോസ്റ്റൽ നിർമ്മാണം, അത് ഇൻ്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം, റീഹാബിലേഷൻ സെൻറ്റർ, സ്പെഷ്യൽ സ്കൂളുകൾ, മെഡിക്കൽ കെയർ സെൻറ്റർ, 10,313 നാസികളാവുന്ന ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ഈ സമൂഹത്തിന് സമർപ്പിക്കാം. അതുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ 100ാം വാർഷിക പദ്ധതിയോടുകൂടി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ പദ്ധതികൾ. അപ്പോൾ ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഞാൻ മുഖ്യമന്ത്രി മൂപ്പർക്ക് പോകാണ്ട്, അങ്ങനെ പലരും പോകാൻ തങ്ങൾക്ക് പോകാണ്ടൊക്കെ ധൃതിയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മൂപ്പരോട് ഇപ്പം തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിനോട് പറഞ്ഞു ഞാൻ 30 മിനിറ്റ് എടുക്കണില്ല എന്നാണ് പറഞ്ഞത്. മൂപ്പർ പറഞ്ഞു നിങ്ങൾ എത്ര എടുത്തുള്ളിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഞാൻ 30 മിനിറ്റ് ഒന്നും എടുക്കണില്ല, ഞാൻ ചെറിയ നിൽക്ക് ആ ഓതിയ ആയത്തിനൊന്ന് വിരിച്ചു കൊണ്ടിട്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് കുന്തു ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് എന്നാണ്, നല്ല സമൂഹം എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരായത്ത് വക്കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചത് നമ്മളെ പറ്റി ഉമ്മത്തൻ വസത്തെന്നാണ്. നമ്മളെല്ലാ നിലക്കും നീതിയുള്ളതായ ഒരു സമൂഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്ക് ചെയ്തു കൊടുത്ത പല അനുഗ്രഹങ്ങളും പറഞ്ഞു. ആ അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാണ് വക്കദാലിക ജഅൽനാകും, നബിയെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മത്തിനെ ഉമ്മത്തും വസത്താക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചു. അതല്ലെങ്കിൽ ഈ അപ്രകാരം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോവുകയല്ല. എങ്കിലും അതിൽ മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ റാബി ഉഹ യഅ്തമിലു ഇന്ദി അൻ യകൂന തഖ്ദീറു വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഹാദിഹിൽ ജിഹാതു ബഅദ ഇസ്തിവാഇഹാ ഫീ ഖൗലിഹാ മിൽകൻ ലില്ലാഹി തആല ഖസ്സ ബഅദഹാ ബിമസീദി തശ്രീഹി വതക്രീം ബിഅൻ ജഅലഹു ഖിബ്ലതൻ ഫളലൻ മിൻഹു വഹിസാനാ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അധീനത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വിശുദ്ധമാവുന്നതായ കഅബത്തിനെ ഖിബലയായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു. അപ്പോൾ കഅബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബലയായി കൊണ്ട് നമുക്ക് നൽകിയതുപോലെ
ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസത്താവുന്നതായ, വസത്ത് എന്ന് പറഞ്ഞത് ആ വാക്കിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കല്ല. മഹാന്മാരാവുന്ന ഇമ്മത്ത് പല അർത്ഥങ്ങളും എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മത്ത് വസത്താവുന്ന, വളരെ നീതിമാന്മാരാവുന്ന, വളരെ വിശുദ്ധരാവുന്ന ഒരു ഉമ്മത്ത് എന്നാണ് നമ്മളെ പറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ ആവുന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെ കൂട്ടത്തില് വിശുദ്ധന്മാരാവുന്ന, ഷഹാദത്തിനക്ക് പറ്റുന്നതായ, വസത്താവുന്നതായ ഒരു വിഭാഗം നമ്മളെ കൂട്ടത്തിലുണ്ട് എന്ന്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്, വസത്താവുന്ന ഉമ്മത്ത് ആയിക്കൊണ്ട് നിങ്ങളെ അള്ളാഹു ആക്കാനുള്ള കാരണം എന്താ? ലിതകൂനു ശുഹദാ അലന്നാസ്, എല്ലാ ജനങ്ങൾക്കും സാക്ഷി പറയുന്നവരാവണം നിങ്ങൾ. എല്ലാ ജനങ്ങൾക്കും എവിടുന്ന് സാക്ഷി പറയാം? മരണാന്തര ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അത് ദുന്യാവെന്നാണോ സാക്ഷി പറയേണ്ടത്, ആഖിറത്താണോ സാക്ഷി പറയേണ്ടത്? അയിമത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം, മുഫസ്സിരീങ്ങൾക്ക് അതിൽ അഭിപ്രായം. പക്ഷേ മഹാന്മാരാവുന്ന മുഫസ്സിരീങ്ങൾ അവര് വളരെ അക്സറുൽ മുഫസ്സിരീങ്ങളും അധികരിച്ച മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയത് ഈ ഷഹാദത്ത് അത് ആഖിറത്തിൽ വെച്ചായിരിക്കും. അപ്പൊ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വെച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചൊരു കൂട്ടരാണ് നമ്മൾ. അള്ളാഹു എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ബിഅന്നല്ലാഹ അസ്സ വജൽ ഖദ് ഔളഅ സുബുൽ വഅർസല റുസുൽ ഫബല്ലഗു വനസഹു വദക്കറു ഫഅൽമി മുദ്ദക്കിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാർ ഇവിടെ അയച്ചു. അള്ളാഹു ആ അമ്പിയാക്കന്മാര് അവരിൽ ഏൽപ്പിക്കപ്പെട്ടതായ ദൗത്യം അവർ നിർവഹിച്ചു. ജനങ്ങൾക്ക് അവർ നസീഹത്ത് ചെയ്തു, ജനങ്ങൾക്ക് വേണ്ട നിലക്കുള്ളതായ ഉപദേശങ്ങളൊക്കെ നൽകി. അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ശേഷം ഖിയാമത്ത് നാളില് പിന്നെ മഹ്ശറിൽ വരുമ്പോൾ അവിടുന്ന് ഒരു സംഭവം ഉണ്ടാവും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരുന്ന ഓരോ അമ്പിയാക്കന്മാരെയും കൊണ്ടുവരും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളവാക്കും. അവർ പറയും നൂഹ് നബി അലൈഹി സ്വലാത്തു, കാരണം അവരങ്ങനെ 1000 കൊല്ലം ജീവിച്ചുതാ, എന്നിട്ട് 50 കൊല്ലം മാത്രമേ ഒരു സുഭിക്ഷമായ വർഷം ഇങ്ങോട്ട് മൂപ്പർക്ക് കിട്ടിയിട്ടുള്ളൂ. 950 വർഷം ഇവരുടെ ഈ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിരുന്നത്, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിരുന്നത്. അപ്പൊ മൂപ്പരെ കൊണ്ടുവരുമ്പോൾ ഈ കൗമിനോട്, മൂപ്പരെ ജനങ്ങളോട് ചോദിക്കും, ഇയാൾ നിങ്ങൾക്ക് പ്രബോധനം നടത്തിയോ? അപ്പൊ അവർ പറയും, മൂപ്പര് ഞങ്ങൾക്ക് യാതൊരു പ്രബോധനം നടത്തിയിട്ടില്ല എന്ന് പറയും. അങ്ങനെ ഓരോ നബിമാരെ കൊണ്ടുവരുമ്പോഴും ആ നബിമാരോടൊക്കെ ചോദിക്കുക. അപ്പൊ ആ നബിമാരോട് ചോദിക്കൂ, അവരെ ഉമ്മത്തിനോട് ചോദിക്കും. അപ്പൊ ആരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുന്നതാ, ഈ നബിയൊന്നും ഞങ്ങൾക്ക് എന്തായിട്ടില്ല, ഒരു പ്രബോധനം നടത്തിയിട്ടില്ല എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമ്പിയാക്കന്മാരോട് പറയും, നിങ്ങൾക്ക് ആരാണ് ഇതിന്റെ സാക്ഷിയുള്ളതെന്ന് ചോദിക്കും. അപ്പൊ അമ്പിയാക്കന്മാർ പറയും, മുഹമ്മദുൻ വ ഉമ്മത്തുഹു, ഇതിന് ഞങ്ങൾക്ക് സാക്ഷി പറയാൻ മുഹമ്മദ് നബിയും മുഹമ്മദ് നബിന്റെ ഉമ്മത്തുമാണുള്ളതെന്ന്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ സാക്ഷി പറയാം? അമ്പിയാക്കന്മാർ ഇവിടെ ദഅവത്ത് നടത്തിയപ്പോൾ നമ്മളൊപ്പണ്ടായിരുന്നോ? സാക്ഷി പറയണമെങ്കിൽ ഒന്നുക സംഭവത്തിനെ പറ്റി ഉറപ്പായ ഒരു വിവരം നമുക്ക് കിട്ടണ്ടേ? അപ്പൊ നമ്മളിവിടെ മഹാനാവുന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടിട്ട്, വിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിലെ അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തെ പറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് പറയുന്ന, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറഞ്ഞോണമെന്നില്ല, നമ്മളിൽ നിന്നുള്ളതായ ആ ആയത്ത് അതിന്റെ വായർ മത്രൂക്കത്താണെന്നാണ് പറയണത്. ലിതകൂനു ശുഹദാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഷാഹിദീങ്ങളെല്ലാം. അപ്പൊ ഏതായാലും അത് എല്ലാവരും ആവട്ടെ, ആവാതിരിക്കട്ടെ. അതല്ലെങ്കിൽ ആത്മാവ് ശരീരവുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ ആ ആത്മാവിനിക്ക് വിശുദ്ധമായ ആത്മാവോട് കൂടിച്ചേരുമ്പോൾ ആ വിശുദ്ധ ആത്മാവിലുള്ളതായ ആ നന്മതിലേക്ക് പകരമില്ല. അതൊക്കെ വേറെ അഭിപ്രായങ്ങളാണ്. ഏതായാലും വേണ്ടില്ല, ഒരു വിഭാഗം ആളുകൾ നമ്മളെ കൂട്ടത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ സാക്ഷി പറയുമ്പോൾ, സാക്ഷി പറയാൻ പറ്റുന്ന വിഭാഗങ്ങൾ സാക്ഷി പറയുമ്പോൾ അവരെ കൂടിക്കൊണ്ട് സാക്ഷി പറയാൻ പറ്റാത്തവരും പറയും. ഏതായാലും നമ്മളവിടെ മഹാന്മാരാവുന്ന അമ്പിയാവിനിക്കും അവരെ ഉമ്മത്തിനൊക്കെ അവർ ദഅവത്തിൽ ചെയ്തിട്ടുണ്ട്. ആ ദഅവത്തിനെ അവരെന്തായിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ അവർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അള്ളാഹിന്റെ മുന്നിൽ സാക്ഷി പറയാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. എന്താണ്? അതെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മാസ്റ്റർ എത്തുന്നൊക്കെയാണ് കുഞ്ഞ ഇബ്രാഹിം ഹാജി ഷാർജ അവരാണ് ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്, ഈ സ്ഥലങ്ങളൊക്കെ.
അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം തുറക്കണം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ അസുഖം ബാധിച്ചുകൊണ്ട് പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും അവരുടെ ബിസിനസിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാവരുടെ ബന്ധപ്പെട്ട എല്ലാവരുടെ ബിസിനസിന് വേണ്ടി രോഗത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അത് നമ്മളെ സമ്മേളനത്തിന് ശേഷം മഹാനാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് നല്ല കുഞ്ഞുമോമോ സിയ ദുആ ചെയ്യും. പലരും ദുആ ചെയ്യാൻ വേണ്ടി എപ്പോഴും വിളിക്കണവരൊക്കെ പറഞ്ഞ് ദ്വാരക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല അവിടുന്ന് ദ്വാരക്കണ പല ആളുകളുണ്ട്, അവരോടൊക്കെ പറയാന്നുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ ഈ വേദിക്ക് സമീപത്ത് അവർ ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ ജനങ്ങളെ മുന്നിലേക്ക് വരാനും സ്റ്റേജിൽ ഇരിക്കാനൊക്കെ മടിക്കുന്ന ഒരാളാണ്. തങ്ങളും തന്നെ ഇവിടെ വന്ന് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് എപ്പോഴും ഇവിടെ ഇങ്ങനെ വരും. ഒന്നല്ല രണ്ടല്ല 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സമ്മേളനം തുടങ്ങി അന്ന് മുതൽ മൂപ്പര് ഇവിടെ അടുത്തൊരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പൊ ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയൊക്കെ ചെയ്യണം. മാത്രമല്ല പലരോടും പറഞ്ഞുകൊണ്ട് ചില സംഖ്യകളൊക്കെ മൂപ്പര് നമ്മൾ ഈ പരിപാടിയിലേക്ക് വാഗ്ദത്തം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അവർ കൊടുത്തയച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങള്. അവരിവിടെ ഉണ്ട്. അവരുടെ ദുആ നമുക്കൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് പിന്നെ അതുപോലെ ബഹുമാനപ്പെട്ട യൂസുഫലിനെ നമ്മൾ മൂപ്പർക്ക് ദുആക്ക് വേണ്ടി വന്നതാണെങ്കിലും നമ്മൾ മൂപ്പരെ ക്ഷണിച്ചത് മൂപ്പർക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മൂപ്പർക്ക് ഇങ്ങനത്തെ അവാർഡാണ് കൊടുക്കുക. ഞാൻ പറഞ്ഞു എന്താ ഇപ്പൊ മൂപ്പർക്ക് കൊടുക്കുക, നിങ്ങളെല്ലാം കൂടി നല്ലോണം ആലോചിച്ചിട്ട് നല്ലൊരു മെമൻറ്റോ തയ്യാർ ചെയ്ത് അത് മൂപ്പർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവാർഡും അതിൻ്റെ കൂടെ പൈസയൊന്നും മൂപ്പർക്ക് ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മൂപ്പർക്ക് ഒരു അവാർഡുണ്ട്. ഈ ഇബ്രാഹിം ഹാജിക്കും ഒരു അവാർഡുണ്ട്. ഇബ്രാഹിം ഹാജിന്റെ അവാർഡ് അയാളില്ലാത്തതുകൊണ്ട് അയാൾ 5 യൂസുഫ് ഹാജിനോട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനൊന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇബ്രാഹിം ഹാജി എന്നോട് കുറെ ദിവസങ്ങൾക്ക് മുമ്പും പിന്നെ എപ്പോഴും പറയലുണ്ട്, ഇന്നലെ എനിക്കൊരു എഴുത്ത് കൊടുത്താൽ ചെയ്യുന്നു. ആ എഴുത്തിലുണ്ട് മൂപ്പരിനോട് വാഗ്ദത്തം ചെയ്താണ് 45 ഏക്കർ സ്ഥലം SNEC-ക്ക് വേണ്ടി, അല്ല SNEC-ക്ക് നല്ല വേണ്ടത് സമസ്തക്ക് വേണ്ടി തരാമെന്നാണ് പറഞ്ഞത്. അതുമല്ല മൂപ്പര അങ്ങനെയല്ല, മൂപ്പര പറയാം നിങ്ങൾക്ക് തരാമെന്നാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. നമുക്ക് ഒരു സെന്റിന് പോലും ആവശ്യമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ചെയ്യണം എന്നാണ്. എനിക്കത് നേതൃത്വം നൽകാനും കഴിയില്ല എന്ന് പറഞ്ഞ്. നേതൃത്വം നൽകാൻ പറ്റുന്ന ആളുകളുണ്ട്, അവരെ ഏൽപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തോളാം. അപ്പൊ സമസ്ത നമ്മുടെ ഈ SNEC-ന്റെ ഒരു ആസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള നിലയ്ക്ക് പല സ്ഥലത്തും സ്ഥലം വാങ്ങാൻ വേണ്ടി നടക്കലൊക്കെ ഉസ്താദന്മാരൊക്കെ നടന്നതിന് ഒന്നൊരു ശരിയായ ഒരു സ്ഥലം കണ്ടെത്താതെ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സമനിരപ്പായ 45 സെന്റ് സ്ഥലം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കബൂൾ ചെയ്യട്ടെ. അതിൽ SNEC-നോട് ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ അതിന് ഒരു എജുസിറ്റിയായിട്ട് അല്ല 45 സെന്റ് ആദ്യം പറഞ്ഞിങ്ങനെ ഏക്കറാണ്. പിന്നെ നമ്മൾ ഒക്കെ പറയുമ്പോൾ അതല്ലേ പറയുള്ളൂ. നമുക്ക് 45 സെന്റ് എന്ന് പറഞ്ഞാൽ വലുതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എനിക്കിപ്പോ 45 സെന്റ് ഒരാൾക്ക് കൊടുത്താൽ വലിയ സ്ഥലമായിട്ട് ഞാൻ കണക്കൂട്ടുള്ളൂ. കാരണം നമുക്കത് വലുതാണ്. അവരുടെ ഓരോരുത്തർക്ക് 45 എന്നുള്ളത് വലുതല്ല. അപ്പൊ 45 ഏക്കറാണ് മൂപ്പര് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൾ ചെയ്യട്ടെ. അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ മതപരമായും മറ്റു ഭൗതികമായും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിനോട് അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കണം. അത് ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന് വേണ്ട സൗകര്യങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടാവണം. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അതാണ്, പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് അതാണ്, മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളത് അതാണ്. നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് അതുകൂടി നിങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണർത്തുകയാണ്. ഇവിടെ തന്നെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്, ഈ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ ഇവര് ധരിച്ചു വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പോലെ ഇത്ര അട്ടിയിൽ അവിടം വരെ മണ്ണിടുകയാണ്. അതല്ല നമ്മൾ ചോദിച്ചത്. ഈ സ്ഥലം ഒന്ന് ശരിയാക്കാണ്. മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് മൂപ്പര് വലിയ സൗകര്യം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് ഭൂമിപരമായിട്ടുള്ള ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ പൂർണ്ണമായി കൊണ്ടിട്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൂപ്പര് പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലനോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അയാളും വിളിച്ചു മറ്റു ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്
പിന്നെ ഇവിടെ നടത്താൻ നമുക്ക് സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമ്മേളനത്തിന് അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിന് ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഇവിടെ നമ്മളിടയിലുള്ള ഈ ഐക്യവും ഈ പിന്നെ സന്തോഷവും ഒന്നും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അത് നഷ്ടപ്പെടുന്ന പ്രവർത്തനം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാനും പാടില്ല. അതാണ് എല്ലാവരോടും ഉണർത്താനുള്ളത്. അപ്പൊ ആ നിലക്ക് നമുക്ക് എല്ലാ നിലക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമാവുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ നിലക്കുള്ളതായ സുരക്ഷയൊക്കെ നമുക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിനെ മാത്രം പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നതായ പല സംഭവങ്ങളുമാണ് ഇവിടെ നമ്മൾ ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേൽ അവിടെ ഗസയിൽ എന്താ ചെയ്തത് ആലോചിച്ച് നോക്ക്. എല്ലാവരും പറയും ഇത് നമ്മളൊക്കെ അതിൽ ഖേദം നമ്മളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ വൻ ശക്തികൾ വന്നുകൊണ്ട് അവിടെ വേണ്ടാത്ത ചെയ്യുമ്പോൾ തടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരിക്കലും കഴിയണില്ല. അത് തന്നെയാണ് ഇപ്പൊ ഈ ലോകത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ എന്തോ ആവും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ ഇന്ത്യ രാജ്യത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഈ രാജ്യത്തിന്റെ എല്ലാ നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇവിടുത്തെ മതമുള്ളവരാവട്ടെ മതമില്ലാത്തവരാവട്ടെ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും കണ്ടുകൊണ്ട് അവരുടെ ഇടയിലുള്ള ഈ സൗഹാർദ്ദവും ഇതൊക്കെ അവിടെ നിലനിൽക്കണില്ല എന്ന് വെക്കുക. നമ്മുടെ പ്രശ്നങ്ങളാണ് ഇക്കാരുണ്ടാവുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാ നിലക്കുള്ളതായ സഹനത്തിനും എല്ലാ നിലക്കുള്ള സൗഹാർദ്ദത്തിനൊക്കെ ഏതെല്ലാം അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളുണ്ടോ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് ഇസ്ലാമിന്റെ തേരി. അങ്ങനെയുള്ളൂ. എല്ലാവരും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് ഒരു ജൂതൻ എന്താ ചെയ്തത്? എന്ത് ജൂതന്മാരെ നമ്മൾ ചെയ്യണെന്താ? ഒരു വൃദ്ധനായ ജൂതൻ, അദ്ദേഹത്തിലേക്ക് എണീക്കാൻ വയ്യ. അയാളോട് ചോദിച്ചു, നീ എന്താ അങ്ങനെ അയക്കണ്, ശരീരം മെലിഞ്ഞിക്കണെന്നൊക്കെ ചോദിച്ചപ്പോഴേ മൂപ്പര് പറഞ്ഞു, ഈ ജൂതൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം കിട്ടലില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് മുസ്ലിമീങ്ങളെ പൊതു സ്വത്താണത്, അതിന്ന് ഇവനക്കൊരു ശമ്പളം പാസ്സാക്കിക്കാണ് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ മരിക്കണത് വരെ ആ ശമ്പളം കൊടുക്കാന്നാണ് ഉമർ ഇബ്നു ഖത്താബ്. ഇതാണ് ഇസ്ലാമിന്റെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇസ്ലാമിനെ കുതിര കയറുന്നതായ ഒരു വിഭാഗമാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും അക്രമ സന്നദ്ധരാവരുത്. അക്രമം നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഒരു അക്രമി ആക്രമിക്കാൻ വേണ്ടി വന്നാലും അവനെ ആക്രമിക്കാതെ തിരിച്ചു പോകാൻ നിലക്കുള്ള സ്വഭാവങ്ങളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ആ സ്വഭാവത്തിൽ കൂടി നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ ജന്മക്ക് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ രാജ്യത്തുള്ള ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.